ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖം തന്നെ കേട്ടോ. അടുത്ത വീട്ടിലെ കോഴി കൂവിയതാണ് കേട്ടോ നിങ്ങൾ കേട്ടത്. 11 മണിയായി, എന്നിട്ടും കോഴി ഇങ്ങനെ കൂവിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്കൊന്നൊരു ചക്ക കിട്ടിയിട്ടോ. വീട്ടിലുണ്ടായ ചക്ക തന്നെയാണ്. ചക്ക കുറച്ച് മുകളിലായിരുന്നു. അത് കുറച്ച് ദിവസമായി ഇങ്ങനെ ഇടണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. അങ്ങനെ 2 തോട്ടിയൊക്കെ വെച്ച് കെട്ടി, അത് മരുവാളൊക്കെ വെച്ച് കെട്ടി ഞാൻ കൊണ്ട് ചെന്നു. അപ്പം എന്നിട്ടും എത്തുണ്ടായില്ല. അപ്പോൾ അടുത്ത വീട്ടിലൊരാൾ മതിലുമ്മ കയറി നിന്ന് ഇങ്ങനെ വലിച്ചിട്ട് തന്നു കേട്ടോ. അങ്ങനെ എനിക്കും ചക്ക കിട്ടി. കൊതിച്ചിരിക്കുകയായിരുന്നു ചക്ക കഴിക്കാനായിട്ട്. യൂട്യൂബിലും എല്ലാവരും ചക്ക കൂട്ടാനൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു. അയ്യോ, എനിക്ക് ചക്ക കിട്ടിയില്ലല്ലോ എന്ന്. പക്ഷേ ഇന്നും എനിക്ക് ചക്ക കിട്ടി. അത് നമ്മുടെ പ്ലാവിൻ്റെ തന്നെ ചക്ക കിട്ടി കേട്ടോ. അപ്പോൾ ചക്കയൊക്കെ നന്നാക്കി, കുറച്ച് ചക്ക അതിൽ നിന്ന് വെട്ടി ഞാൻ നന്നാക്കി ചോളയൊക്കെ പറിച്ച് നുറുക്കി കഴുകി കൊണ്ടുവന്നു കേട്ടോ. ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നല്ലോണം തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1 1/2 ടീസ്പൂണ് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് നല്ലോണം തിളച്ച് വന്നപ്പോൾ നമ്മൾ നന്നാക്കി വെച്ചിരുന്ന ചക്ക ഇട്ട് കൊടുത്തു കേട്ടോ. നല്ലപോലെ ഇളക്കി നല്ലപോലെ വേവിച്ചെടുത്തു കേട്ടോ. ചക്കയെല്ലാം ഞാനിതുപോലെ ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഇളക്കി നല്ലപോലെ വേവിച്ച് അടച്ചു വെച്ച് 2 3 പ്രാവശ്യം ഞാനിങ്ങനെ അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും എല്ലാം ഒന്നും ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല. പെട്ടെന്ന് ഷോർട്ടായിട്ടൊക്കെയാണ് കാണിക്കുന്നത്. 2 3 മിനിറ്റൊക്കെ അടച്ചു വെച്ചൊക്കെ നല്ലപോലെയൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അടുപ്പൊക്കെ തുറന്നു. നല്ലപോലെ തിളച്ചു പാകാവാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കിയിടണം കേട്ടോ, എല്ലാ സ്ഥലത്തും കഷ്ണം ഒരുപോലെ വേവാൻ വേണ്ടിയിട്ട്. ചക്കയൊക്കെ വെന്തു കേട്ടോ. ഞാൻ വെന്തത് കുറേ സമയമൊന്നും നിങ്ങളെയൊന്നും കാണിപ്പിച്ച് ബോറടിപ്പിച്ചില്ല. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒക്കെ ഒന്ന് അടച്ചു വെച്ച് നല്ലപോലെ വേവിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തു. കറിവേപ്പില ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കുറച്ച് തേങ്ങയും ജീരകം കൂടി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു തരിതരിപ്പായിട്ട്. ഒരുപാട് നല്ലപോലെ മഷി പോലെ അരിയൊന്നും വേണ്ട, ഒന്ന് തരിതരിപ്പായിട്ട് അരച്ചാൽ മതി. അങ്ങനെ തേങ്ങയും ജീരകം കൂടി തരിതരിപ്പായിട്ട് അരച്ചത് അതും കൂടി ചേർത്ത് കൊടുത്തു. വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി കേട്ടോ. വീണ്ടും നല്ലപോലെ ഇളക്കി. ഇതിപ്പോൾ ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. ഞാനിപ്പോൾ വറുത്തരിശ്ശേരി മാതിരിയായിട്ട് വെക്കണത്. വറുത്തരിശ്ശേരിയായിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ വറുത്തരിശ്ശേരിയായിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഈ തേങ്ങ അരച്ചതൊക്കെ നല്ലപോലെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി നല്ലപോലെ വേവിച്ച് എടുത്തതിന് ശേഷം നമ്മൾ വറുത്തിടുകയാണ് കേട്ടോ. വറുത്തരിശ്ശേരി എന്നല്ലേ പറഞ്ഞിരിക്കണേ, നമുക്ക് വറുത്തിടണ്ടേ. എല്ലാവരും ഇപ്പോൾ ഇങ്ങനെയാണോ എരിശ്ശേരി വെക്കുകയെന്ന് നമുക്കറിയില്ല കേട്ടോ. നമ്മളിങ്ങനെയാണ് എരിശ്ശേരി വെക്കുന്നത്. അത് ഏതെരിശ്ശേരിയായാലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. കഷ്ണമൊക്കെ വേവിച്ച് നമ്മൾ സാധാരണ കഷ്ണം ഉപ്പും മുളകൊക്കെ ഇട്ട് വേവിച്ച് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് നമ്മൾ തേങ്ങ കടുകും മുളകും കറിവേപ്പിലയും കടുകും മുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് തേങ്ങ നല്ലപോലെ വറുത്തിടും. അതാണ് സാധാരണ വറുത്തരിശ്ശേരി. എല്ലാവരും ഇപ്പോൾ എങ്ങനെയാണ് വറുത്തരിശ്ശേരി വെക്കുകയെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ വറുത്തരിശ്ശേരി വറവിടാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചു. അത് ചൂടായപ്പോൾ അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഒരു 1 1/2 സ്പൂണ് കടുക് ഇട്ട് കൊടുത്തു കേട്ടോ. കടുകൊക്കെ നല്ലപോലെ പൊട്ടി വന്നപ്പോൾ കടുകൊക്കെ പൊട്ടാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ അതിലേക്ക് 2 വറ്റൽമുളകും കൂടി പൊട്ടിച്ചിട്ട് കൊടുത്തു. 2 തല കറിവേപ്പിൻ്റെ അതിലും കൂടി ചേർത്ത് കൊടുത്തു. ഒന്ന് ഇളക്കി. അതിനുശേഷം തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു, തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. തേങ്ങയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കണം. ഒന്ന് ചോക്കേ വറക്കണം എന്നാണ് പറയുക വറുത്തരിശ്ശേരിക്ക്. ഇനി ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ഈ തേങ്ങ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നല്ലപോലെ നല്ല മണം വരണം കേട്ടോ. എന്ത് മണം! വെളിച്ചെണ്ണയിൽ തേങ്ങയും കൂടി അങ്ങോട്ട് ചേർന്നപ്പോൾ നല്ല മണമാണ്. വറവായപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ചക്കയിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്നും കൂടി വറവാകുമായിരുന്നു കേട്ടോ. ഞാൻ ആ പാത്രത്തിലിരുന്ന് വറവാകുമെന്ന് വിചാരിച്ചിട്ടാണ്. ഒന്നും കൂടി മുക്കാമായിരുന്നു വേണമെങ്കിൽ. ഞാൻ എന്നിട്ട് അതിൻ്റെ മുകളിലിട്ട് കൊടുത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കേട്ടോ.
അപ്പോൾ ചക്കരശ്ശേരി റെഡിയായി കേട്ടോ. അപ്പോൾ ചക്കയൊക്കെ കറി വെച്ചാൽ എനിക്ക് കഞ്ഞിയാണ് ഇഷ്ടം. കഞ്ഞി ചമ്മന്തി. അപ്പോൾ മാങ്ങ ചമ്മന്തിയും കഞ്ഞിയും ചക്കരശ്ശേരിയും റെഡിയായി.